ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൌരവത്തിൽ കണ്ടിരിക്കുന്നു. മുമ്പ് 2 തെരഞ്ഞെടുപ്പിലും UDF പരാജയപ്പെടാനുണ്ടായ കാരണം പാർട്ടി അത്രയും സീരിയസ് അല്ല എന്നൊരു ചിന്താഗതി ജനങ്ങൾക്ക് ഇടയിലുണ്ടായി. എന്നാൽ ഇത്തവണ ഇലക്ഷൻ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി 5 വാർഡുകൾ ഒഴികെ എല്ലായിടത്തും UDF-ന് സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസത്തെ പര്യടനം ജനങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്താൻ. അത് ചോദിക്കുന്ന ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു ഇലക്ഷന് ഹൈ പീച്ചിലെത്തിയ അനുഭവമാണ് ഈ യാത്ര കൊണ്ട് ജനത്തിനുണ്ടായത്. മാത്രമല്ല, ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ചില പത്രങ്ങളിൽ വായിച്ചത് BJP ഹൈടെക് സംവിധാനം ഉപയോഗിച്ച് ഇലക്ഷനെ നേരിടുന്നതാണ്. എന്ത് ഹൈടെക് ആണെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലല്ല, അല്ലാണ്ട് ഹൈടെക് കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റും. സ്ഥാനാർത്ഥികളെ ഇതുവരെ അവതരിപ്പിക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സങ്കടം തോന്നുന്നത്, ഞാനൊക്കെ ഡൽഹിയിൽ MP ആയിരിക്കുമ്പോൾ മന്ത്രിയൊക്കെ ആയിരുന്നു നല്ല സുഖവാസം അനുഭവിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നടക്കുന്ന കണ്ടപ്പോൾ ഒരു പ്രയാസം തോന്നി. സംഭവം 2 അടിയേ നടന്നിട്ടുള്ളൂവെങ്കിലും സ്വന്തം പാർട്ടിയെ കരകയറ്റാൻ അദ്ദേഹം ഈ ശരീരവും വെച്ച് നടക്കുമ്പോൾ ആ പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ യാത്രയിൽ 3 പേരുടെ പേര് വാങ്ങിച്ചിട്ട് പ്രഖ്യാപിക്കുന്ന പറയും. മാത്രമല്ല, ഈ നഗരത്തിലെ 2 സഹകരണ സ്ഥാപനങ്ങൾ അത് കയ്യിലുണ്ടായിട്ട് അത് കട്ടുമുടിച്ച പാർട്ടിയാണ് ഇനി കോർപ്പറേഷൻ ഏൽപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രസ്ഥാനം UDF ആണ്, കോൺഗ്രസ് ആണ്. ഇപ്പൊ CPM-നെ മാറ്റി BJP-നെ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെള്ളായണി പരമേനെ മാറ്റി ഇത്തിക്കര പക്കിയെ കൊണ്ടുവരിക എന്നാണ്. അത് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ UDF വരണം, കോൺഗ്രസിന്റെ ഭരണസമിതി ഉണ്ടാവണം. അതിന് തികച്ചും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ശബരിനാഥ്. കാരണം നമ്മുടെ നഗരത്തിന്റെ അവസ്ഥ ഇന്നിപ്പോ ഞാൻ വരുമ്പോൾ ഉച്ചവരെ ഇവിടെ ഭരണം നടത്തുന്ന പാർട്ടിയുടെ മഹത്വം ഞാൻ പറയുകയാണ്. ഈ നഗരത്തിൽ പോലും ഇന്ന് ഉച്ചവരെ, ഉച്ചയ്ക്കല്ല, ഞാൻ വരുമ്പോഴും ഞാൻ നോക്കിയില്ല, ജവഹർ നഗറിലും കവടിയാർ വാർഡിൽ തന്നെ ഇന്ന് പലയിടത്തും വെള്ളമില്ല. ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഞങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സീറ്റ് നൽകിയിട്ടുണ്ട്. പഴയ തലമുറക്കാർക്കും സീറ്റ് കൊടുത്തിട്ടുണ്ട്, പുതിയ തലമുറക്കാർക്കും സീറ്റ് കൊടുത്തു. ശ്രീ ശബരിനാഥ് ഉൾപ്പെടെയുള്ള ഒരു പുതിയ ടീമാണ് ഇത്തവണ.